ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. സ്കൂട്ടറിലെത്തിയ സ്ത്രീയുടെ മാല പൊട്ടിച്ച പ്രതിയും കൂട്ടുപ്രതിയും അറസ്റ്റിൽ. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ തന്നെ ട്രാൻസ് വിഭാഗം ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധമില്ലെന്ന് ട്രാൻസ്ജെൻഡർ ദേശീയ സെമിനാർ. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ജീവനക്കാർ പ്രതിഷേധിച്ചു. ചെറുധാന്യങ്ങൾ നിത്യഭക്ഷണമാക്കിയാൽ രോഗമില്ലാത്ത ജീവിതം നയിക്കാമെന്ന് പത്മശ്രീ ഡോക്ടർ ഖാദർ വാലി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂട്ടറിലെത്തി സ്ത്രീയുടെ മാല പൊട്ടിച്ച പ്രതിയും കൂട്ടുപ്രതിയും അറസ്റ്റിൽ. ഫറോക്ക് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ പന്ന്യങ്കര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സ്കൂട്ടറിലെത്തിയ യുവതിയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിയെയും കൂട്ടുപ്രതിയെയും ഫറോക്ക് ഡിവിഷണൽ അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ പന്ന്യങ്കര പോലീസ് അറസ്റ്റ് ചെയ്തു. നല്ലളം ഉള്ളിശ്ശേരിക്കുന്ന് നടവട്ടം പറമ്പൈ ഷാസിൽ നിവാസ് അലി, കൂട്ടുപ്രതി നല്ലളം കണ്ണാരമ്പത്ത് ബാസിദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 18 വൈകിട്ട് 5:30 പന്ന്യങ്കര VK കൃഷ്ണമേനോൻ റോഡിൽ നടന്നു പോകുകയായിരുന്ന പന്ന്യങ്കര തിരുനിലം വയൽ സ്വദേശി ശീലാവതിയുടെ 1 പവൻ സ്വർണമാല സ്കൂട്ടറിൽ വന്ന് പ്രതി നിവാസ് അലി പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ഫറോക്ക് ക്രൈം സ്ക്വാഡും പന്ന്യങ്കര ഇൻസ്പെക്ടർ S സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇന്നലെ രാവിലെ തിരുത്തിയാട് മെൻസ് ഹോസ്റ്റൽ പരിസരത്ത് നിന്നാണ് നിവാസ് അലിയെ കസ്റ്റഡിയിലെടുത്തത്. മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചത് ബാസിദാണെന്ന് മൊഴി നൽകി. ബാസിദിനെ ഇന്നലെ ഉച്ചയോടെ പിടികൂടുകയായിരുന്നു. പ്രതി നിവാസ് അലി മാല പൊട്ടിക്കാൻ ഇറങ്ങുന്നത് കടുത്ത നിറത്തിലുള്ളതും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതുമായ ഷർട്ട് ധരിച്ചാണ്. മാല പൊട്ടിച്ചെടുത്താൽ അല്പദൂരം പോയി ഉടനെ ഷർട്ട് മാറ്റിയാണ് യാത്ര തുടരുക. രണ്ടാമത്തെ പ്രതി എന്ന് പറയുമ്പോൾ ഇയാളെ മാല പൊട്ടിച്ചെടുക്കുന്ന മാല വിൽപ്പന നടത്തുന്നതിനും മറ്റും സഹായിച്ചിട്ടുള്ള ആളാണ്. അയാൾക്ക് ഷെൽട്ടർ കൊടുത്തിട്ടുള്ള ആൾ കൂടിയാണ്. രണ്ടുപേരെയും പോലീസ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പന്ന്യങ്കര സ്റ്റേഷനിലെ SI പ്രസന്നകുമാർ, SCPOമാരായ ദിലീപ്, ശരത് രാജൻ, CPO പ്രജീഷ്, ഫറോക്ക് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ K സുജിത്ത്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ മാത്തറ, സീനിയർ CPOമാരായ IT വിനോദ്, അനുജ് വളയനാട്, CPOമാരായ സനീഷ് പന്തീരങ്കാവ്, സുബീഷ് വേങ്ങേരി, അഖിൽ ബാബു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ തന്നെ ട്രാൻസ് വിഭാഗം ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധമില്ലെന്ന് ട്രാൻസ്ജെൻഡർ ദേശീയ സെമിനാർ. മന്ത്രി R ബിന്ദു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ തന്നെ ട്രാൻസ് വിഭാഗം ആളുകളുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധമില്ലായ്മയുണ്ടെന്നും ഇത് പരിഹരിക്കാൻ ആവശ്യമായ പരിശീലനം നൽകണമെന്നും ട്രാൻസ്ജെൻഡർ ദേശീയ സെമിനാർ. വർണ്ണപ്പകിട്ട് സംസ്ഥാന ട്രാൻസ് കലോത്സവത്തിന്റെ ഭാഗമായാണ് എംപവറിംഗ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബിൽഡിംഗ് ഫ്യൂച്ചേഴ്സ് സെമിനാർ നടത്തിയത്. മന്ത്രി R ബിന്ദു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിർദ്ദേശിച്ചതുപോലെ അന്തരം, രേവതി എന്നീ 2 സിനിമകളിലൂടെ ട്രാൻസ് സമൂഹത്തിനു വേണ്ടി നിലകൊണ്ട അഭിജിത്തിനുള്ള ഒരു സ്നേഹാദരം ഇന്നത്തെ വൈകുന്നേരം നടക്കുന്ന വർണ്ണപ്പകിട്ടിന്റെ ഫോർമൽ ഉദ്ഘാടന വേദിയിൽ വെച്ച് നൽകുന്നതാണ് എന്ന് അറിയിക്കുന്നു. സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ അരുൺ S നായർ അധ്യക്ഷനായിരുന്നു. അഡീഷണൽ ഡയറക്ടർ S ജലജ, സ്റ്റേറ്റ് ട്രാൻസ്ജെൻഡർ കോർഡിനേറ്റർ ശ്യാമ S പ്രഭ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ N ജാൻസി, വിജയരാജ മല്ലിക, അഭിഭാഷക പത്മലക്ഷ്മി, ഡോക്ടർ K ജിതേഷ്, സഞ്ജയ് ശർമ്മ, ഡോക്ടർ N ലക്ഷ്മി, ഡോക്ടർ CS സ്മിത, ഡോക്ടർ L രാമകൃഷ്ണൻ, ഡോക്ടർ അനുരാധ കൃഷ്ണൻ,
PK പ്രജിത്ത്, റിതിഷ, അർജുൻ ഗീത, ഡോക്ടർ രേഷ്മ ഭരദ്വാജ്, സദ്ദാം ഹൻജബാം, ഡോക്ടർ PM ആരതി, കോയൽ ഘോഷ് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ജീവനക്കാർ പ്രതിഷേധിച്ചു. കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാൻ M. മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാൻ M. മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് സ്റ്റേറ്റുകൾ, തമിഴ്നാടും നമ്മളും കൂടെ. അപ്പൊ തമിഴ്നാടിന്റെ നിയമം വേറെയാണ്, ഇവിടുത്തെ നിയമം വേറെയാണ്. എന്നാൽ തമിഴ്നാടും നമ്മൾ തമ്മിലുള്ള ഒരു ഇടപാടിനകത്ത്, ഒരു കച്ചവട ഇടപാടിനകത്ത് അല്ലെങ്കിൽ വ്യവസായ മേഖലക്കകത്ത് ഒരു സഹകരണ സ്ഥാപനം വരുമ്പോൾ മൾട്ടിപർപ്പസ് സൊസൈറ്റി ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്റർ സ്റ്റേറ്റ് നിയമം അതിന് വേണം. അതിനൊരു നിയമം നേരത്തെ സെൻട്രൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ആ നിയമം രണ്ട് സ്റ്റേറ്റുകളുമായി ബന്ധപ്പെടുന്നതിന് പകരമായിട്ടുള്ള നിയമമാണ്. അത് അതത് സ്റ്റേറ്റുകളിലെ സഹകരണ നിയമത്തിന് വിധേയമായിക്കൊണ്ട് മാത്രമാണ് ആ നിയമം നടപ്പിലാക്കുന്നത്. അങ്ങനെയാണ് ഇതുവരെ അങ്ങനെ കൊണ്ടുവന്നത്. എന്നാൽ 2021 സഹകരണത്തിനൊരു വകുപ്പ്, ആ വകുപ്പിന്റെ മന്ത്രിയോ അമിത്ഷാ RSSന്റെ നയം കേന്ദ്ര ക്യാബിനറ്റിൽ നടപ്പിലാക്കാൻ പ്രത്യേകമായി ഓതറൈസ് ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റൈറ്റ് ഹാൻഡായി വന്ന RSS നേതാവ് കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ. പ്രസിഡന്റ് E. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. ബൈജു, V. ഗിരീഷ്, ജില്ലാ സെക്രട്ടറി MK ശശി, വൈസ് പ്രസിഡന്റ് V. വിശ്വനാഥൻ, ട്രഷറർ P. പ്രഭിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഉത്തർപ്രദേശ്, കാശ്മീർ, ബീഹാർ, ബംഗാൾ, ഒഡീഷ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി ഓണം സ്പെഷ്യൽ എക്സിബിഷൻ മാനാച്ചിറ CSI ഹാളിൽ. കാശ്മീർ, തുർക്കി, ഇറാൻ കാർപ്പറ്റ്, ജയ്പൂരി ബെഡ്ഷീറ്റ്, പാഗൽപൂരി സാരി, ചുരിദാർ സെറ്റ്, ജയ്പൂർ ഹാൻഡ് പ്രിന്റ് ഷർട്ട്, കുർത്ത, സോഫ കവർ, ജയ്പൂരി ജ്വല്ലറി ഐറ്റംസ്, രാജസ്ഥാൻ കോപ്പർ ഗോൾഡ് പോളിഷ് ജ്വല്ലറി, UP ഖാദി മെറ്റീരിയൽസ്, കൂടാതെ വയനാടൻ ഉൽപ്പന്നങ്ങളും. ഓണം ഖാദി മേള രാവിലെ 10:30 മുതൽ രാത്രി 9:30 വരെ. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി ഓണം സ്പെഷ്യൽ എക്സിബിഷൻ മാനാച്ചിറ CSI ഹാളിൽ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. വാർത്തകൾ തുടരുന്നു.
ചെറുധാന്യങ്ങൾ നിത്യഭക്ഷണമാക്കിയാൽ രോഗമില്ലാത്ത ജീവിതം നയിക്കാമെന്ന് പത്മശ്രീ ഡോക്ടർ ഖാദർ വാലി. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ CWRDMൽ സെമിനാർ നടന്നു. ചെറുധാന്യങ്ങൾ നിത്യഭക്ഷണമാക്കിയാൽ രോഗമില്ലാത്ത ജീവിതത്തിനും ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ശമനത്തിനും സാധ്യമാണെന്ന് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ പത്മശ്രീ ഡോക്ടർ ഖാദർ വാലി പറഞ്ഞു. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ CWRDMൽ നടന്ന സംസ്ഥാനതല സെമിനാറിൽ സംസാരിച്ചു വരികയായിരുന്നു അദ്ദേഹം. കുന്നമംഗലം MLA PT റഹീം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയൊക്കെ നശിപ്പിച്ച് നമ്മൾ ഗോതമ്പും അരിയുമൊക്കെയാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു പ്രചരണമായി നമ്മളെടുത്ത്, മാത്രമല്ല നേരത്തെ സർക്കാർ തലത്തിൽ തന്നെ, അതുപോലെ തന്നെ കൃഷിഭവനുകളുടെയൊക്കെ ആഭിമുഖ്യത്തിലൊക്കെ ഇതിന് നല്ലൊരു പ്രചരണം കൊടുത്താൽ ഈ ഒരു കാര്യത്തിന് വലിയ രീതിയിലൊരു പ്രചാരവും ആക്സെപ്റ്റൻസും ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം അതാണ്. സ്വാഗത സംഘം ജനറൽ കൺവീനർ CP അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. CWRDM ശാസ്ത്രജ്ഞരായ ഡോക്ടർ KV നാഗകുമാർ, ഡോക്ടർ PR അരുൺ, സ്വാഗത സംഘം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വടയക്കണ്ടി നാരായണൻ, രജിസ്ട്രേഷൻ കൺവീനർ ZA സൽമാൻ, P സിദ്ധാർത്ഥൻ, KT അബ്ദുള്ള ഗുരുക്കൾ, ഡോക്ടർ ആശിഷ് K ചതുർവേദി, ഡോക്ടർ തേൻമൊഴി, ശശിധരൻ പള്ളിക്കുടിയൻ, ഷിജി ജീവ, ബാലകൃഷ്ണൻ അത്തോളി, CV ഗംഗാധരൻ, L ഗജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ചെറുധാന്യ മഹാത്മ്യം എന്ന പുസ്തകം ഡോക്ടർ ഖാദർ വാലി സ്വാഗത സംഘം ചെയർമാൻ MA ജോൺസൺ നൽകി പ്രകാശിപ്പിച്ചു. VC വിജയൻ പുസ്തകം പരിചയപ്പെടുത്തി. മില്ലറ്റ് കഴിച്ച് രോഗശമനം നേടിയവരുടെ അനുഭവങ്ങൾ പരിപാടിയിൽ പങ്കുവച്ചു. സുഗതകുമാരി സ്മൃതി പരിപാടിയിൽ വിവിധ സേവനങ്ങൾ ചെയ്തവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോടിന്റെ വളർച്ചയ്ക്ക് പഴയകാല പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ K ബൈജുനാഥ് പറഞ്ഞു. PV പ്രഭാകരൻ നമ്പ്യാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ IPS ഉദ്യോഗസ്ഥനായിരുന്ന PV പ്രഭാകരൻ നമ്പ്യാർ അനുസ്മരണം ഹോട്ടൽ അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K ബൈജുനാഥ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ വളർച്ചയ്ക്ക് പഴയകാല പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഏതാണ്ട് 16-17 കൊല്ലത്തോളം ഞാൻ മജിസ്ട്രേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുമായി വളരെ അടുത്തിടപെടാനുള്ള അവസരം ലഭിച്ചു. പിന്നീട് ചീഫ് ഡിവിഷൻ മജിസ്ട്രേറ്റായി. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം, ഞാനുമായി ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സൊക്കെ അറിയാം. വളരെ ഉയർന്ന പോലീസ് തസ്തികയിൽ ഇരിക്കുന്നവരും സദാ പോലീസ് എൻ്റെ കോർട്ട് ഡ്യൂട്ടിയിൽ നിന്ന ആളുകളുമായി വളരെ അടുപ്പം പുലർത്താൻ ഒരു ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും പോലീസുകാരുമായിട്ടാണ് ഇടപാട് അധികവും. മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ള പദവി കഴിഞ്ഞ 4 വർഷമായി മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. നിങ്ങളൊക്കെ ഇപ്പോഴും വളരെ ചെറുപ്പക്കാരായി ഊർജ്ജസ്വലതയോടെ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ പല കാര്യങ്ങൾ അയവറക്കാനുണ്ട്. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയാനുണ്ടാവും. കോഴിക്കോടിന്റെ ചരിത്രം, അതിൽ പ്രധാന പങ്ക് വഹിച്ച, കോഴിക്കോടിന്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച, അന്നൊക്കെ പലപ്പോഴും ഫുട്ബോൾ നാഗജി ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ ഒരു വലിയ പ്രയത്നം നേരിട്ട പണികളാണ്. സ്വാഗത സംഘം കൺവീനർ MK നന്ദനൻ അധ്യക്ഷനായിരുന്നു. CP ലോഹിതാക്ഷൻ, T ശോഭി, N സുഭാഷ് ബാബു, കല്ലറ ബാലകൃഷ്ണൻ, KP അബ്ദുൾ റസാഖ്, A വിശ്വനാഥക്കുറുപ്പ്, PP ഹരിദാസൻ, പ്രഭാകരൻ നമ്പ്യാരുടെ മകൾ TV സുനിത നായർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിൽ ജയചന്ദ്ര ഗാനോത്സവം ഓഗസ്റ്റ് 24-ന് ടൗൺ ഹാളിൽ നടക്കും. ജയചന്ദ്രൻ പാടി അനശ്വരമാക്കിയ 101 മലയാള ഗാനങ്ങളാണ് മാറാട് ഉദയകുമാർ തുടർച്ചയായി ടൗൺ ഹാളിൽ അവതരിപ്പിക്കുന്നത്. മലയാള ഭാഷകൻ മാതക ഭംഗിയിൽ മലമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി ഓടിയില കരവുണ്ടി തെളിയുന്നു.
മലയാള ഭാഷകൻ മാതക ഭംഗിയിൽ മലമന്ദഹാസമായി വിരിയുന്നു. മാറാട് ഉദയകുമാർ മാഷിന് അനുഗ്രഹം എന്നോണം വൈകിട്ട് 5 മണിക്ക് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കും. നടുവട്ടം ശ്രീരഞ്ജിനി സംഗീത നാട്യകലാ ക്ഷേത്രത്തിന്റെ പ്രിൻസിപ്പലായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ ഗുരുവായ PK ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഉദയകുമാർ മാഷ് എഴുതി സനീഷ് എബ്രഹാം ചിട്ടപ്പെടുത്തിയ നാദം സ്കൂൾ ഇറക്കുന്ന ശ്രാവണ സന്ധ്യ എന്ന ഓണപ്പാട്ടിന്റെ ലോഞ്ചിങ് മ്യൂസിക് ഡയറക്ടർ തേജ് മെർവിൻ കോഴിക്കോട് നിർവഹിക്കും. നമ്മുടെ മാഷിൻ്റെ ഉദയകുമാർ മാഷിൻ്റെ ഗുരുവാണ് ശ്രീ PK ബാലകൃഷ്ണ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ മാഷ് തന്നെ എഴുതിയ ശ്രാവണ സന്ധ്യ എന്ന് പറഞ്ഞൊരു ഓണപ്പാട്ട് മാഷ് എഴുതി ശ്രീ സനീഷ് എബ്രഹാം അത് ചിട്ടപ്പെടുത്തി ഞങ്ങളൊക്കെ തന്നെ അഭിനയിച്ചിട്ടുമുള്ള ഒരു ഓണപ്പാട്ട് അന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശ്രീ തേജ് മെർവിനാണ്. ബാലചന്ദ്ര മേനോൻ, തുളസീധരൻ പിള്ള, സനീഷ് എബ്രഹാം, സുന്ദർ റാം, ശ്രീലത ടീച്ചർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. Bobby Chamanur International Jeweler. ഉത്തർപ്രദേശ്, കാശ്മീർ, ബീഹാർ, ബംഗാൾ, ഒഡീഷ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി ഓണം സ്പെഷ്യൽ എക്സിബിഷൻ മാനാച്ചിറ CSI ഹാളിൽ. കാശ്മീർ, തുർക്കി, ഇറാൻ കാർപ്പറ്റ്, ജയ്പൂരി ബെഡ്ഷീറ്റ്, പാഗൽപൂരി സാരി, ചുരിദാർ സെറ്റ്, ജയ്പൂർ ഹാൻഡ് പ്രിന്റ് ഷർട്ട്, കുർത്ത, സോഫ കവർ, ജയ്പൂരി ജ്വല്ലറി ഐറ്റംസ്, രാജസ്ഥാൻ കോപ്പർ ഗോൾഡ് പോളിഷ് ജ്വല്ലറി, UP ഖാദി മെറ്റീരിയൽസ്, കൂടാതെ വയനാടൻ ഉൽപ്പന്നങ്ങളും. ഓണം ഖാദി മേള രാവിലെ 10:30 മുതൽ രാത്രി 9:30 വരെ. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി ഓണം സ്പെഷ്യൽ എക്സിബിഷൻ മാനാച്ചിറ CSI ഹാളിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗണേശോത്സവ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ഗണേശോത്സവം 24 മുതൽ 28 വരെ തളി ക്ഷേത്ര പരിസരത്ത് നടക്കും. ചടങ്ങിൽ പാരഗൺ സുമേഷിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകും. ഈ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി ജനകീയമായിട്ടാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാ മതവിഭാഗത്തെ ആൾക്കാരെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. ഗണേശോത്സവ ട്രസ്റ്റ് കേരള ഇന്ത്യ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരുന്ന വിനായക ചതുർത്ഥി മഹോത്സവം ആഗസ്റ്റ് 24 മുതൽ 28 വരെ കോഴിക്കോട് തളി ക്ഷേത്രത്തിന് സമീപം വിപുലമായ കലാപരിപാടികളോടെ ആഘോഷിക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് കർമ്മരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സുമേഷ് ഗോവിന്ദന് പ്രഥമ ഗണേശകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം
സാമൂതിരി രാജ പി കെ കേരളവർമ്മ സമർപ്പിക്കും. ചടങ്ങിൽ MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ പങ്കെടുക്കും. 25-ന് തിങ്കളാഴ്ച വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ പ്രമുഖ സംഗീത ട്രൂപ്പായ പാട്ട് ഫാമിലിയുടെ ആഭിമുഖ്യത്തിൽ ഭക്തിഗാന നിശ അരങ്ങേറും. ഈ ചടങ്ങ് ആചാര്യ AKB നായർ ഉദ്ഘാടനം ചെയ്യും. 28-ന് വൈകിട്ട് 4 മണിക്ക് തളി ക്ഷേത്രത്തിന് മുന്നിൽ പുതിയ പാലം റോഡിൽ ഗണേശ മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച് വെള്ളയിൽ തൊടിയിൽ ക്ഷേത്രത്തിന് സമീപം വരെ നിമഞ്ജന ഘോഷയാത്രയോടുകൂടി വിഗ്രഹ നിമഞ്ജനം ചെയ്യും. പിന്നെ അന്നത്തെ ദിവസങ്ങളിൽ വൈകിട്ട് നമ്മുടെ കുട്ടികളുടെ ആ പ്രദേശത്തുള്ള പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും. വാർത്താ സമ്മേളനത്തിൽ R. ജയന്ത്കുമാർ, ഷാജി പണിക്കർ, ഉണ്ണികൃഷ്ണൻ, പ്രജോഷ്, V. സജീവ്, രാജേഷ് ശാസ്ത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രാൻസ്ജെൻഡർ സംസ്ഥാന കലോത്സവത്തോടനുബന്ധിച്ച് വിളംബര ജാഥ നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ജാഥ ശ്രദ്ധേയമായി. 2025 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് അരങ്ങൊരുങ്ങുകയാണ്. ഈ ട്രാൻസ്ജെൻഡർ കലോത്സവത്തെ നഗരത്തിൽ മഴവില്ലഴക് വീഴ്ച് നമ്മളിൽ ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനവുമായി വർണ്ണപ്പകിട്ട് 2025 ട്രാൻസ്ജെൻഡർ സംസ്ഥാന കലോത്സവം വിളംബര ജാഥ. മന്ത്രി R. ബിന്ദു ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒപ്പന, കേരള നടനം, വേഷങ്ങളും ചെണ്ടമേളവും അടക്കം ആഘോഷത്തോടെയാണ് ഘോഷയാത്ര ഒരുക്കിയത്. ബലൂണുകളും കൊടികളും ഉയർത്തി ആടിയും പാടിയും ട്രാൻസ് വ്യക്തികളും സുഹൃത്തുക്കളും അണിനിരന്നു. താമരശ്ശേരി ലിസ കോളേജ് NSS വിദ്യാർത്ഥികൾ നിശ്ചല ദൃശ്യമൊരുക്കി. മലബാർ കൾച്ചറൽ ഫോറം, സഹോദരി എന്നിവയിലെ അംഗങ്ങളാണ് നൃത്തവേഷങ്ങളിൽ അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂട്ടറിലെത്തിയ സ്ത്രീയുടെ മാല പൊട്ടിച്ച പ്രതിയും കൂട്ടുപ്രതിയും അറസ്റ്റിൽ. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ തന്നെ ട്രാൻസ് വിഭാഗം ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധമില്ലെന്ന് ട്രാൻസ്ജെൻഡർ ദേശീയ സെമിനാർ. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ജീവനക്കാർ പ്രതിഷേധിച്ചു. ചെറുധാന്യങ്ങൾ നിത്യഭക്ഷണമാക്കിയാൽ രോഗമില്ലാത്ത ജീവിതം നയിക്കാമെന്ന് പത്മശ്രീ ഡോക്ടർ ദാദർ വാലി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.